നീ ഇനി മിണ്ടാതിരുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്നെ നാണം കെടുത്തും. ഇങ്ങനെ പല ഭീഷണികളും കൂടെയുള്ള സമയത്തും അതുപോലെ തന്നെ പിരിഞ്ഞ സമയത്തും അങ്ങനെ പല സമയത്തും ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലി ഫേക്ക് അക്കൗണ്ട് വഴിയും അങ്ങനെ പല ഇതിലും വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഭീഷണി മാത്രമല്ല, ചേട്ടൻ പഠിച്ചിരുന്ന കോളേജിൽ അവനെ തോൽപ്പിക്കും, ഞാൻ കേസ് ഇന്നടിച്ചിട്ടുള്ള ഇതിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നൊക്കെ ഉള്ള ഇത് വരുമ്പോൾ ഇല്ല, അവള് കംപ്ലൈന്റ് കൊടുക്കില്ല, അവൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ അവളുടെ ചേട്ടനെ എക്സാമിന് തോൽപ്പിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവള് കേസ് കൊടുക്കില്ല എന്നുള്ള കോൺഫിഡൻസ് ഒക്കെ പുള്ളിക്ക് അന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അന്നും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പല ഇന്റർവ്യൂകളിലും ഇന്നെ പിടിച്ചുകൊണ്ട് ഇരുത്തിയത് ഇങ്ങനെ പല ഇതും പറഞ്ഞ് നിന്നെ നാണം കെടുത്തും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. കാരണം ഒരു സമയത്ത് ഞാൻ എൻ്റെ പേരൻസിനെങ്ങാണ്ടും വിശ്വസിച്ചിരുന്ന ആള് ആയിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഈ ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇയാള് ഇങ്ങനെ പറഞ്ഞതാണ്. എനിക്ക് ആക്ച്വലി ഇനി ആ നാണക്കേടിലേക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാ നിങ്ങക്ക് ഞാൻ ഇത്ര ഇത് ചെയ്തിട്ട് റേപ്പാക്കി ഇതാക്കണമെന്നൊക്കെ ഞാൻ മീഡിയയിൽ വന്ന് പറയണു. ആർക്കും ഒരു വിലയില്ല. ഒന്നുമില്ലെങ്കിലും കേൾക്കണ ആൾക്കാർക്ക് ഓക്കെ, അവര് ഇന്നെ ഡിഫെയിം ചെയ്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യണ്ട, അവരും ചെയ്യണില്ല, പകരം ഇന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യണത്. ഇനി പറഞ്ഞ വീണ്ടും നിന്നെ നാണം കെടുത്തും. ഇത് തന്നെയല്ല ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണമെന്ന്. മറ്റേത് കുറെ നേരിട്ട് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫേക്ക് അക്കൗണ്ടുകൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വന്തം ചാനലിലൂടെ ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ചിലപ്പോൾ പറയും ഞാനിട്ടതല്ല, വേറെ വല്ലവരെങ്കിലും ഇട്ടതാന്ന് പറഞ്ഞിട്ട് അവരുടെ തലയിലേക്ക് ചിലപ്പോൾ എടുത്തിട്ട് ഇടുണ്ടാവും. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ പോസ്റ്റ് ഞാൻ വായിക്കുകയാണ്. Cheapest person who spoke about my father who passed away 5 years ago. Shame on you, girl. Those people who saved me in the hospital are all with me as a soul. Those people who saved me not for money or my Palarivattam flat. Oh, മണിക്ക് വേണ്ടിയിട്ടല്ല, അത് നമ്മള് കോടതിയിൽ നിങ്ങൾ കൊടുക്കൂല. അപ്പൊ മണിക്ക് വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കാണിച്ചു തരാം. പിന്നെ പാലാരിവട്ടം ഫ്ലാറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ അതിനെ പറ്റിയിട്ട് കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പൊ പാലാരിവട്ടം ഫ്ലാറ്റ് നിങ്ങൾ എത്ര പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നതാണ് നിങ്ങൾ വാഗ്ദാനം കൊടുക്കണേ? ഞാൻ തന്നെ പറഞ്ഞല്ലോ, നിങ്ങള് പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ഞാൻ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റേ പുള്ളി എന്താണ് കണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ പ്രേമിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന സമയത്ത് അവിടെ കൂടെ വേറൊരു പെണ്ണ് ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ പുള്ളിക്കാരി എന്നിട്ട് വേറൊരു റിലേഷൻ കണ്ടപ്പോൾ അവിടുന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവര് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വിളികളൊക്കെ ഉണ്ട്. അവരോടാണ് എലിസബത്ത് ലിവർ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളുടെ ലിവറൊന്നും മേടിക്കില്ല, കാരണം അവളുടെ ലിവർ മേടിച്ചു കഴിഞ്ഞാൽ അവളുടെ ലിവർ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭാര്യയായിട്ട് അവളിനെ എടുക്കണേനെ തുല്യമായിരിക്കും. ഞാൻ അവളിനെ രജിസ്റ്റർ ചെയ്യാത്തത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ എന്റെ ഭാര്യയായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നീ എന്റെ ഫ്ലാറ്റ് തുറന്ന് എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ പുള്ളിക്കാരി, ഞാൻ ചേട്ടനോട് നുണ പറഞ്ഞു, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവ് ആണ്, ചേട്ടൻ എന്നോട് ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് എന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, നമ്മുടെ ആ മോൻ ഉണ്ടല്ലോ, ആ മോനെ ഞാന് ഫ്ലാറ്റ് എഴുതി കൊടുക്കും, അവൻ കുട്ടിക്കാലം തൊട്ടിട്ട് കാണണല്ലേ, ആ ഫ്ലാറ്റിലല്ലേ കളിച്ച് വെച്ചത്, അപ്പൊ അവനാണ്. ഇതേപോലെ ഡയലോഗ് പാലക്കാട് നിന്ന് വരുന്ന വേറൊരു പെണ്ണായിട്ട് പറയണത് ഞാൻ കേട്ടായിരുന്നു. അതായത്, നീ ഇവിടുത്തെ മുതലാളിച്ചല്ലേ, അപ്പൊ നീ വേണ്ട ഇവിടുത്തെ കാര്യമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നിന്നെ മേഡന്ന് വിളിക്കണം, അപ്പൊ അത് അതിന്റെ ഒരു അധികാരമാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഒരു മോഹം കൊടുക്കുന്ന പരിപാടി. അതുപോലെ വേറെ ഉണ്ട് കേട്ടോ, വേറെ ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് ഈ ഫ്ലാറ്റ് കൊടുക്കുന്നുള്ളത്. ഞാൻ 2 കേസ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ, ഓർമ്മിച്ചില്ലെങ്കിൽ. എനിക്ക് പക്ഷെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ
ഹൂ ഇസ് റേപ്പിംഗ് ഹൂ? ഇന്നോടാണോ ചോദിക്കണേ ഹൂ ഇസ് റേപ്പിംഗ് ഹൂ? ഡൗട്ട് ഉണ്ടെങ്കിൽ കോർട്ടിൽ പോയി ചോദിക്കുക. പിന്നെ എക്സ്പോസ് യുവർ പാസ്റ്റ് ട്രൂത്ത്. എക്സ്പോസ് ചെയ്യൂ. ട്രൂത്ത് അല്ലേ, ഫോൾസ് അല്ലല്ലോ എക്സ്പോസ് ചെയ്യാൻ പോണേ. ട്രൂത്ത് എന്താ വെച്ചാലും എക്സ്പോസ് ചെയ്തുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. 1 word will finish all your drama. ഓക്കെ, ഇത് ഈ മറ്റേ എന്താ മിഥുനം എന്ന് പറഞ്ഞ സിനിമയല്ലേ, അതില് പൊട്ടിക്ക് സ്വാമി നാളികേരം എറിഞ്ഞ് പൊട്ടിക്ക് സ്വാമി എറിഞ്ഞ് പൊട്ടിക്ക് മാമ, അതിന്റെ ഇടയിൽ ഒരു ഭീഷണിയൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ കേട്ടായിരുന്നു. ഇനി എന്റെ മാമാവെ പറ്റി പറഞ്ഞ ഞാൻ എല്ലാതും പറഞ്ഞ് ഞാൻ ശരിയാക്കും, എന്റെ ജീവിതം പോലും നശിപ്പിക്കും. മാവന് ഇത്തിരി സ്നേഹമുള്ള കാരനാണ് മിണ്ടാണ്ടിരിക്കണേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഇനി എന്തെങ്കിലും അവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെന്നെ ഞാൻ ശരിയാക്കും, അവളുടെ ജീവിതം മൊത്തം ഇല്ലാണ്ടാക്കുന്ന ഭീഷണി 2 പേരും മുഴക്കിയിട്ടുണ്ട്. അത് ഇന്റർവ്യൂകളിലും ഉണ്ട്, എന്താ ഇപ്പോ പോസ്റ്റായിട്ടും വന്നിട്ടുണ്ട്. ഇത്രയ്ക്കും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലിയും ഒക്കെ ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. അതെന്താ പ്രശ്നമില്ലാത്തത്? ഇപ്പൊ ഈ ത്രെറ്റനിങ് ഒക്കെ ഇത്ര സിമ്പിൾ കാര്യമായോ? എനിക്കറിയാത്ത കാരണം ചോദിക്കണതാ. ഇത്ര കാലം ഫേക്ക് അക്കൗണ്ട് എന്നാ വരണേന്നെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ സ്വന്തം അക്കൗണ്ട്, ഇനിയിപ്പോ എന്തെങ്കിലും ബഗ് കയറിയിട്ടാണോ ഇങ്ങനെയൊക്കെ വരണത്? ലൈക്ക് അറിയാൻ വയ്യ എന്നിട്ട് ചോദിക്കണതാ. ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുന്ന നിർത്താൻ പോണില്ല. എന്റെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും, കാരണം ഇന്നെങ്ങാണ്ടും നന്നായിട്ട് എല്ലാതും നിങ്ങൾക്ക് നന്നായിട്ട് ഓർമ്മയുള്ളത് നിങ്ങൾക്ക് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാൻ അത്ര ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പറഞ്ഞിട്ടുണ്ട് ദൈവം കൊണ്ടുവന്ന് തന്നതാ നിന്നെ എനിക്കെന്ന്. ശരിക്കും ദൈവം തന്നെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കുക. അത് പക്ഷെ വേറെ കാര്യത്തിനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ഇന്നത്തെ ഇതിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ വേറെ പല കമന്റുകളൊക്കെ കണ്ടു, ആ കമന്റുകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലും, പിന്നെ അടുത്ത എപ്പിസോഡ് കഥകള് ഞാൻ ജീവനോടെ എന്നെ ബാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. കാരണം ഇങ്ങനെ ത്രെറ്റനിങ്, പബ്ലിക്കായിട്ട് ത്രെറ്റനിങ് ഒക്കെ ചെയ്തിട്ടും ഓൾറെഡി ത്രെറ്റനിങ് ഉണ്ട് എന്ന് ഞാൻ 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ടും ആൾക്കാർക്ക് ഇത്ര പബ്ലിക്കായിട്ട് ഇനിയൊരു അക്ഷരം നിന്റെ മൊത്തം ഇത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് പറയണമെങ്കിൽ അതൊരു ധൈര്യമാണല്ലോ. ആ ധൈര്യം എവിടുന്നാ വരണേന്നൊക്കെ ഇത്തിരി ബുദ്ധി, കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും മിണ്ടാൻ പോണില്ല. അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നിങ്ങള് എക്സ്പോസ് യുവർ പാസ്റ്റ് ട്രൂത്ത് അല്ലേ, ട്രൂത്ത് എക്സ്പോസ് ചെയ്യും. ഓക്കെ, അപ്പോ വീണ്ടും പറയണു, ഇതൊന്നും ത്രെറ്റനിങ് ആയിട്ട് ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ? ഇതൊന്നും ആർക്കും ത്രെറ്റനിങ് ആയിട്ട് തോന്നണില്ല. മുമ്പ് ഇന്റർവ്യൂവിൽ വിളിച്ച് എന്റെ മാമാവെ പറ്റി പറഞ്ഞാലെന്ന് പറഞ്ഞിട്ടൊരു ത്രെറ്റനിങ് ഉണ്ടായിരുന്നു, അതും തോന്നിയിട്ടില്ല. ഇത്ര ഫേക്ക് അക്കൗണ്ടുകൾ ഇറക്കി ത്രെറ്റനിങ് അടിക്കണത് ആർക്കും തോന്നിയില്ല. അപ്പോ ഈ കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടും ആർക്കും അത് ഒരു പ്രശ്നമല്ല. ഓക്കെ, നല്ല കാര്യം. അപ്പൊ ബൈ.